ശബരിമലയിലെ സ്വർണ്ണപീഠ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കള്ളം പൊളിഞ്ഞു. സർക്കാർ സ്വർണം അടിച്ചു മാറ്റിയെന്നായിരുന്നു വി ഡി സതീശന്റെ അന്നത്തെ പ്രസ്താവന. അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പാണ് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണം സതീശൻ ഉന്നയിച്ചത്. അന്നത്തെ സതീശന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത്. അയ്യപ്പന്റെ 4 കിലോ സ്വർണ്ണം അടിച്ചു മാറ്റി. അതിന്റെ പാപം മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അയ്യപ്പ സംഗമവുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ സ്വർണ്ണപീഠം വീട്ടിൽ കൊണ്ടുവച്ചത് എന്ന് വെളിപ്പെടുത്തി സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ സഹോദരി ഷീൽഡ് ആണെന്ന് പറഞ്ഞ് 25-ാം തീയതി, അതായത് ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് മുമ്പ് ആണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പീഠം വീട്ടിലെത്തിച്ചതെന്ന് സഹോദരി മിനി പറയുന്നു. അതായത് 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് നേരം വെളുത്തു വരുന്ന സമയത്ത് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പൊ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീൽഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, വരുന്നവരാരെങ്കിലും വന്ന് എടുത്തോണ്ട് പോകും, അങ്ങനാണ്. പക്ഷെ ഇത് പിന്നെ അപ്പൊ അന്ന് ആരും വന്നില്ല, ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്, നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന്. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. അവൻ സ്പോൺസർ ചെയ്തതാണ്. സാധാരണ ഒരെണ്ണം അവൻ തനിയെ സ്പോൺസർ ചെയ്യാറില്ല. ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്റെ സ്വന്തം സഹോദരനാണ്. അവൻ ഒന്നും തനിയെ സ്പോൺസർ ചെയ്യാറില്ല. അവിടെ ഉള്ളവര് എന്തെങ്കിലും വെച്ച് അവരുടെ ജീവിതത്തിൽ സമ്പാദ്യത്തിൽ വന്നാൽ അവര് ശബരിമല വിശ്വാസികളാണ്, അത് ഇവൻ വഴിയേ ചെയ്യൂ. ഇത് ഇന്നലെയോ അല്ലല്ലോ ശബരിമലയിൽ പോകുന്നതും ഓരോന്നും ചെയ്യുന്നതും. ശബരിമലയിൽ കൊണ്ടു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ എന്ന് പണ്ട് 19-ൽ ഇവരാണ് ചെയ്തത്. ഒരെണ്ണം പിന്നീട് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് അന്ന് പറഞ്ഞത്. പിന്നീട് വന്ന് ആ കൊണ്ടുവന്നത് മാച്ചാവാത്തപ്പോ അത് തന്നെ വലുതാക്കിയതാണോ ഇനി വേറൊന്ന് കൊണ്ട് കൊടുത്തോ എന്നുള്ളത് ഒരു വ്യക്തത വരുന്നില്ല കേട്ടോ. അത് പീഠമാണെന്നുള്ള ഒരു ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.